ചെപ്പടി വിദ്യയ്ക്ക് ശേഷം ചെയ്യുന്ന സിനിമയായിരുന്നു പൈതൃകം. ശ്രീ എസ് കുമാറാണ് എൻ്റെ പേര് ജയരാജനോട് സജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് പൈതൃകം സിനിമയിലേക്ക് വരുന്നത്. പൈതൃകത്തിൻ്റെ കഥ കേട്ടപ്പോൾ തന്നെ എനിക്കൊരു ആശങ്കയുണ്ടായിരുന്നു. കാരണം ഞാനൊരു അങ്ങനെ അമ്പലത്തിലൊന്നും പോകുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല, അങ്ങനെ ഒരു പരിചയവുമില്ല. അപ്പോൾ പക്ഷേ ഈ പൈതൃകം എന്ന് പറയുന്ന സിനിമ മൊത്തം അമ്പലവും അതിൻ്റെ ആചാരങ്ങളും ഒക്കെയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സിനിമയായിരുന്നു. സോമയാഗം, അതിരാത്രം, പിന്നെ അമ്പലങ്ങൾ, അനവധി അമ്പലങ്ങൾ, അതിൻ്റെ ആചാരങ്ങൾ, ഈ ബ്രാഹ്മൺ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കഴിക്കുന്ന വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള പൂജകൾ, ഇതൊക്കെ ഒരു ആർട്ട് ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം ഈ ആർട്ട് ഡയറക്ടറുടെ ചുമതലയാണ് ഇതെല്ലാം സെറ്റ് ചെയ്യുക എന്നുള്ളത്. അതൊരു വലിയ വെല്ലുവിളിയായിട്ട് എനിക്ക് തോന്നി. ഇതിനെല്ലാം ശരിക്കും ഇത് പഠിക്കുക അല്ലെങ്കിൽ ഇത് അറിയുക എന്നുള്ള ഒരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഈ ചിതിയൊക്കെ ചെയ്തിട്ട് യാഗം നടത്തുക, യാഗശാല ഉണ്ടാക്കുക, അതൊക്കെ കൃത്യമായ അളവും ഒക്കെ ഉണ്ട്. ഒരു കുറച്ചുകൂടെ ഓതൻറ്റിക്കായിട്ട് തന്നെ അത് ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെ സ്റ്റോൾ എന്ന് പറയുന്ന ഒരാളുടെ, ഒരു ബ്രിട്ടീഷുകാരൻ്റെ ഒരു പുസ്തകമുണ്ട്, അഗ്നി. അതാണ് ശരിക്കും ഈ യാഗങ്ങളുടെയൊക്കെ റെഫറൻസായിട്ട് എടുത്തത്. അതിൽ നിന്നാണ് അതിൻ്റെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ മനസ്സിലാക്കുകയൊക്കെ ചെയ്തത്. ഇത് നമ്മുടെ തിരുനാവായ മണപ്പുറത്താണ് അതിൻ്റെ സെറ്റിട്ടത്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ, ഈ ഒരു മന, അടഞ്ഞു കിടന്ന ഒരു മന, ഉപയോഗശൂന്യമായ ഒരു മനയാണ് ഇതിന് വേണ്ടിയിട്ട് നരേന്ദ്രപ്രസാദ് സാറിൻ്റെ വീടായിട്ട് ഷൂട്ട് ചെയ്തത്. നരേന്ദ്രപ്രസാദ് ആയിരുന്നു അതിലെ പ്രധാന നായകൻ. ഗീതയുണ്ടായിരുന്നു, സുരേഷ് ഗോപി, ജയറാം ഒക്കെയുള്ള ഒരു വലിയ ഒരു താരനിരയുള്ള ഒരു ചിത്രമായിരുന്നു. അപ്പോൾ അവിടെ എല്ലാം മലയാള സിനിമയിൽ ആദ്യമായിട്ട് മ്യൂറൽ പെയിൻറ്റിങ് ഉപയോഗിക്കുന്നത് ഈ പൈതൃകത്തിലാണ്. അതിനു മുമ്പ് ഇപ്പോൾ വടക്കൻ വീരഗാഥയിലൊക്കെ ഉപയോഗിച്ച ഏറ്റവും പ്രശസ്തനായ ആധികാരികമായി ആർട്ട് ഡയറക്ഷൻ ചെയ്യുന്ന കൃഷ്ണമൂർത്തി സാർ പോലും ശരിക്കും കേരളീയ ചുവർച്ചിത്രങ്ങളായിട്ട് വടക്കൻ വീരഗാഥയിൽ കാണിച്ചത് ഒരുതരം അജന്ത ചിത്രങ്ങളുടെ വേറൊരു തരത്തിലുള്ള ഒരു പകർപ്പുകളായിരുന്നു. മറിച്ച് കേരളീയ മ്യൂറൽ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് ഈ പൈതൃകത്തിലായിരുന്നു. പൈതൃകത്തിന് വേണ്ടിയുള്ള ലൊക്കേഷനുകൾ തവനൂർ ഭാഗത്തൊക്കെയാണ് തേടിപ്പിടിച്ചത്. അമ്പലങ്ങളുണ്ടായിരുന്നു കുറേ, ഈ വരാഹമൂർത്തി ക്ഷേത്രം പോലെയുള്ളത്. ഇതിന് ഇടയിൽ പ്രധാനമായിട്ട് ഇതിൻ്റെ ഈ സൃക്കുകൾ, ഇതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പല മനകളിലേക്കും പോയി. അവിടെ ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് അതിരാത്രമൊക്കെ നടത്തിയ ചില മനകളുണ്ടായിരുന്നു, പാഞ്ഞാൾ, കുണ്ടൂർ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിലെ മനകളിലൊക്കെ പോയി ഇതിൻ്റെ ഓരോ ഇതിനുപയോഗിക്കുന്ന ഉപകരണങ്ങൾ, സൃക്കുകളെന്നാണ് പറയുക, ഇതെല്ലാം ഒരു ഈറനായ വസ്ത്രം അണിഞ്ഞിട്ടൊരു കുട്ടിയെ കൊണ്ടുവന്ന് ആ മനകളുടെ തെക്കിനിയിലാണ് ഇത് സൂക്ഷിച്ചിരിക്കുന്നത്. അഗ്നി കെടാതെ സൂക്ഷിക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ച് അവർ ചെയ്യുന്നത് ട്രയാങ്കിൾ രൂപത്തിലുള്ളത്, പിന്നെ ചതുര രൂപത്തിലുള്ള റൗണ്ടായിട്ടുള്ളത്, അങ്ങനെയുള്ള ഒരു 3 അഗ്നി കുണ്ടങ്ങളുണ്ടാവും, ഹോമകുണ്ടങ്ങൾ. അതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ അഗ്നി കത്തിക്കൊണ്ടേയിരിക്കും. അതിൽ ഒരെണ്ണത്തിൽ പോയി കഴിഞ്ഞാൽ അടുത്തതിൽ നിന്നെടുത്ത് ഇപ്പുറത്തേൽ പകർത്തി വയ്ക്കുക. അങ്ങനെ കിടാവിളക്കുണ്ട്. അപ്പോൾ ഇയാൾ ഈറനണിഞ്ഞിട്ടാണ് വന്ന് ഓരോ സൃക്കുകളായിട്ട്. അപ്പോൾ നമുക്കൊന്നും അകത്ത് കയറാൻ പറ്റില്ല. പുറത്ത് നിന്ന് അന്ന് ശരിക്കും ക്യാമറയും ഒന്നും അത്ര പോപ്പുലറൊന്നും അല്ല, ഉണ്ടായിരുന്നു. പക്ഷേ എന്തായാലും ഞാൻ അത് കൈകൊണ്ട് വരച്ചെടുക്കുകയായിരുന്നു. അതിൻ്റെ ഒരു ഏകദേശം കണ്ണുകൊണ്ടുള്ള ഒരളവും ഒക്കെ എടുത്തുകൊണ്ട് ഈ സൃക്കുകൾ സൂക്ഷിക്കുന്ന പെട്ടിയുണ്ട്, ബോക്സുണ്ട്. പിന്നെ ഓരോന്നും അത് ചില കഴുതയുടെ തല പോലുള്ള ചില കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ രൂപങ്ങളുണ്ട്. കിണ്ടി തന്നെ ഈ നിറച്ച് ആണികൾ പോലെ, മുള്ളുകൾ പോലെ പതിപ്പിച്ചിട്ടുള്ള കിണ്ടികൾ, അങ്ങനെ അനവധി സൃക്കുകൾ ഈ കളിമണ്ണിലുണ്ടാക്കി ചുട്ടെടുക്കണമായിരുന്നു. അതെല്ലാം ഇങ്ങനെ നോക്കി വരച്ചെടുത്തിട്ടായിരുന്നു അത് ചെയ്തത്. അതാണ് നമ്മൾ ഇവിടെ യാഗത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. യാഗശാല ഈ നമ്മുടെ ഈ മണൽപ്പുറത്ത്, തിരുനാവായ മണപ്പുറത്താണ് അതിൻ്റെ സെറ്റ് ഇടുന്നത്. അതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെ വീടായിട്ട് ഷൂട്ട് ചെയ്തത് ഒരു പോഴത്തുമന എന്ന് പറയുന്ന, നാറാത്തുമന എന്ന് പറയുന്നൊരു മനയിലായിരുന്നു. അവിടെ ഒരു സാധാരണ നല്ല മനയാണ്.
അതിനെ മുഴുവൻ നമ്മൾ പിന്നെ ചിലന്തി വല പിടിപ്പിച്ച മാതിരി വല കെട്ടിയ മാതിരിയൊക്കെ മാറ്റിയെടുത്തു. അത് ഉള്ളിൽ അമ്പലമുണ്ട്, അവർ പൂജ ചെയ്യുന്നുണ്ട്, അതിൻ്റെ മുഖമൊക്കെ നമ്മൾ ശരിക്കും പഴയതാക്കി മാറ്റി. അവിടെയാണ് ഈ ഗീതയും സുരേഷ് ഗോപിയൊക്കെ വന്ന് താമസിക്കുന്ന സ്ഥലമായിട്ട് കാണിക്കുന്നത്. കാവ് കൃത്രിമമായിട്ട് കാവ് ഉണ്ടാക്കുന്നു, ആ കാവ് വെട്ടിത്തെളിക്കുന്ന കാണിക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞു. ഷൂട്ടിങ് ഏകദേശം നല്ല രീതിയിൽ തന്നെ മാറിക്കൊണ്ടിരുന്നു. അപ്പോഴും ഈ പ്രൊഡക്ഷൻ്റെ സൈഡിൽ നിന്ന് കുറേ ബുദ്ധിമുട്ടുകൾ നമുക്ക് അനുഭവിക്കേണ്ടി വന്നു. ഏറ്റവും ഒടുവിൽ എനിക്കുണ്ടായ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്, ഈ ലാസ്റ്റ് ചിതിക്ക് തീ കൊളുത്തി, പിന്നെ യാഗശാലയ്ക്ക് തീ കൊളുത്തി, ക്യാമറയൊക്കെ 2 ക്യാമറ ഉണ്ടായിരുന്നു. ക്യാമറയൊക്കെ ഇട്ട് ഓടുന്നതിൻ്റെ ഇടയിൽ എൻ്റെ കാലിലേക്കൊരു മുളഞ്ചീള് കയറി ചെറിയ പനി വന്നു. അത് കാര്യമാക്കിയില്ല. അവസാനം ഷൂട്ടിങ്ങൊക്കെ തീർന്നിട്ട് അതിൻ്റെ പ്രൊഡ്യൂസർ ഒരു ശ്രീകണ്ഠൻ എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹം ശരിക്കും അവസാനം ആയപ്പോഴത്തേക്കും ആർക്കും കാശൊന്നും കൊടുക്കാതെ, റെമുനറേഷനൊന്നും കൊടുക്കാതെ രക്ഷപ്പെടാനുള്ളൊരു ശ്രമമൊക്കെ നടത്തി. ഈ വീട് നമ്മൾ വലയൊക്കെ കെട്ടി നാശമാക്കി ഒക്കെ ചെയ്ത വീട്ടിൻ്റെ അതിനൊരു റെൻറ്റ് നമ്മൾ ഫിക്സ് ചെയ്തതാണ്. അപ്പോൾ ഷൂട്ടിംഗ് തീർന്നതിനൊരു 2 ദിവസത്തിന് മുമ്പ് ഈ തിരുമേനി വന്നിട്ട് എന്നോട് ചോദിച്ചു, ഇനി എത്ര ദിവസമുണ്ട്? അപ്പോൾ ഞാൻ പറയും 2 ദിവസം കഴിഞ്ഞാൽ ഷൂട്ടിംഗ് പാക്കപ്പ് ആവും എന്ന് പറഞ്ഞു. അയ്യോ അപ്പോൾ ഇയാൾ പോയി പ്രൊഡ്യൂസറെ കണ്ടു. പ്രൊഡ്യൂസറെ കണ്ടപ്പോഴത്തേക്കും പ്രൊഡ്യൂസർ പറഞ്ഞു, ഇനി കുറേ ദിവസം കൂടെ ഉണ്ട്, 10 ദിവസത്തോളം ഷൂട്ടിംഗ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ തിരുമേനി വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, അയ്യോ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ അറിവിൽ 2 ദിവസമേ ഉള്ളൂ, പിന്നെ എനിക്കറിയില്ല എന്നിങ്ങനെ പറഞ്ഞു വിട്ടു. അപ്പോൾ പുള്ളി പലരോടും ചോദിച്ചപ്പോഴത്തേക്കും 2 ദിവസമേ ഉള്ളൂ എന്നുള്ളത് വ്യക്തമാവുകയും ചെയ്തു. അങ്ങനെ ഇദ്ദേഹം ഈ റെമുനറേഷൻ ഇതിൻ്റെ ഈ പറഞ്ഞിരുന്ന റെൻറ്റ് വാങ്ങാനായിട്ട് അദ്ദേഹത്തോട് വന്നു. അപ്പോൾ ഇയാൾ പറഞ്ഞു, പാക്കപ്പ് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം വന്നോളൂ എന്ന് പറഞ്ഞു. ഈ വരുന്ന ദിവസം ശരിക്കും പാക്കപ്പ് കഴിഞ്ഞു. അപ്പോൾ പലരും പോയി. ഇയാൾ അതിനു മുമ്പ് തന്നെ ഒരു നല്ല പെരുമാറ്റമല്ലാതെ ഡയറക്ടറും ക്യാമറാമാനും ഒക്കെ തലേ ദിവസം തന്നെ പോയി കഴിഞ്ഞു. അപ്പോൾ ആർട്ട് ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പലതും സെറ്റിൽ ചെയ്യേണ്ടതുണ്ടായിരുന്നു. നമ്മൾ ഷൂട്ട് ചെയ്ത സ്ഥലങ്ങൾ കൃത്യമായി അവരെ തിരിച്ചേൽപ്പിക്കണം, നമ്മൾ കരുതിയിരുന്ന പ്രോപ്പർട്ടീസ് കൊടുക്കേണ്ടതെങ്കിൽ കൊടുക്കണം. അപ്പോൾ ഞാനും എൻ്റെ അസിസ്റ്റൻസും അവിടെ ഉണ്ട്. ഇത് ഗുരുവായൂർ വെച്ചിട്ടാണ്. ഗുരുവായൂർ എലൈറ്റിലാണെന്ന് നമ്മൾ താമസിച്ചിരുന്നത്. കുറച്ച് കഴിഞ്ഞു, പിന്നെ ഇതെല്ലാം കടുത്തു, എല്ലാം എൻ്റെ അസിസ്റ്റൻസ് എല്ലാം പോയി ഇതെല്ലാം സെറ്റിൽ ചെയ്തു. അപ്പോൾ ഞാൻ റൂമിൽ വന്ന് അന്നേരം എനിക്കൊരു പനി ഇങ്ങനെ തുടങ്ങി. ഈ മുള്ളു കൊണ്ട് അതിൻ്റെ അത് കയറി ഒന്ന് സെപ്റ്റിക്കായി ഒന്ന് പനി തുടങ്ങി. ഞാനപ്പോൾ റൂമിൽ വിശ്രമിക്കുന്ന സമയമായിരുന്നു. അപ്പോഴാണ് ഈ തിരുമേനി പൈസ മേടിക്കാനായിട്ട് വന്നു. നേരെ പ്രൊഡ്യൂസറുടെ അടുത്തേക്ക് പോയി. അന്നേരം പ്രൊഡ്യൂസർ പതിവിൽ കവിഞ്ഞ രീതിയിൽ മദ്യപിച്ചിരുന്നു. അത് ഒരു തരത്തിൽ ഈ ആൾക്കാരിൽ നിന്ന് മാറി നിൽക്കാനുള്ളൊരു ശ്രമമായിരിക്കണം. അങ്ങനെ ഈ സമയത്താണ് നമ്മുടെ റെൻറ്റ് ചോദിക്കാനായിട്ട് തിരുമേനി അവിടെ എത്തുന്നത്. ആ തിരുമേനി വളരെ മോശമായിട്ട് സംസാരിച്ചു. ഇദ്ദേഹം എന്തോ അസഭ്യ വാക്കുകളൊക്കെ ഉപയോഗിച്ചു. ഇത് കഴിഞ്ഞ് എൻ്റെ റൂമിലേക്ക് തിരുമേനി വന്നപ്പോഴത്തേക്ക് ഞാനിങ്ങനെ മൂടിപ്പൊതിച്ച് കിടക്കുകയാണ്. എനിക്ക് പനിയുണ്ടായിരുന്നു ചെറുതായിട്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് കാശ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ഇങ്ങനെ അപമാനിക്കരുതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട എന്നോട് പറയുന്നത്. പക്ഷേ ഞാൻ നിസ്സഹായനായിരുന്നു. എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഞാനൊന്ന് ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം എൻ്റെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു മുള്ളു കൊണ്ടതാണ്, അതിൻ്റെ ഒരു പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം എൻ്റെ എൻ്റെ ശരീരത്തിൽ തൊട്ട് നോക്കുമ്പോഴത്തേക്കും എനിക്ക് നല്ല പനിയുണ്ടായിരുന്നു. അദ്ദേഹം കുറച്ച് നേരം കൂടെ അവിടെ നിന്നിട്ട് ശരി ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയിട്ട് കുറച്ച് കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വരുന്നത് എനിക്ക് മരുന്ന് മേടിച്ചിട്ടാണ്. കഴിക്കാനുള്ള ഈ മരുന്നും അവിടെ വെക്കാനുള്ള മരുന്നും ഒക്കെ ആയിട്ടാണ് വരുന്നത്. എന്നിട്ട് അദ്ദേഹം തന്നെ അവിടെ ഇരുന്ന് എന്നെക്കൊണ്ട് കഴിപ്പിച്ചിട്ട് പോവുകയായിരുന്നു. അതെനിക്ക് വല്ലാണ്ട് വിഷമമായി. കാരണം ഇത്രമാത്രം ഞങ്ങളോട് സഹകരിച്ച ഒരു വീട്ടിൻ്റെ ഉടമസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ റെൻറ്റ് കൊടുത്തില്ല, മാത്രമല്ല അദ്ദേഹത്തെ അപമാനിക്കുന്നു. അപ്പോൾ എനിക്കത് ഭയങ്കര വിഷമമായി. എൻ്റെ അസിസ്റ്റൻസൊക്കെ വന്നു. അപ്പോൾ അസിസ്റ്റൻസിന് റെമുനറേഷൻ കൊടുക്കാൻ പറയുമ്പോഴും ഇയാൾ കൊടുക്കുന്നില്ല. അപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഇനി നിന്നിട്ട് കാര്യമൊന്നുമില്ല എന്ന് വെച്ചിട്ട് ഞങ്ങൾ അന്ന് വൈകുന്നേരമുള്ള ട്രെയിനിൽ ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പുറപ്പെടുന്നു. അസിസ്റ്റൻസിൻ്റെ എല്ലാം ഞാനായിരുന്നു സെറ്റിൽ ചെയ്തത്. അങ്ങനെ ഒരു ദുരനുഭവം, ഒരു നല്ല സിനിമ
ചെയ്തിട്ട് അങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായി. അത്തരത്തിൽ പല സിനിമകൾക്കും അങ്ങനെ സംഭവിക്കാറുണ്ടായിരുന്നിരിക്കാം. മാത്രമല്ല ഈ സിനിമയുടെ വർക്കിൻ്റെ ഇടയിൽ ഒരു ചെറിയ ബഡ്ജറ്റിൽ ചെയ്യുന്ന സിനിമ എന്നുള്ള നിലയ്ക്ക് പലതും ഓവർ സ്ട്രെയിൻ ഞങ്ങൾക്ക് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അതിലൊരു അനുഭവം എന്ന് പറയുന്നത് ഈ ചിതി കുറേ ഇഷ്ടികകൾ നമ്മളുണ്ടാക്കിയിട്ട്, അത് ചതുര വടിവിലുണ്ട്, ത്രികോണമായിട്ടുണ്ട്, പല തരത്തിലുള്ള ഇഷ്ടികകൾ ഇങ്ങനെ ചേർക്കുമ്പോഴാണ് ഒരു ഗരുഡൻ്റെ രൂപത്തിലേക്കാണ് ഈ ചിതി വരുന്നത്. അതിൻ്റെ മേളിലിരുന്നാണ് ഈ യാഗം ചെയ്യുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞു. അന്ന് തലേ ദിവസം ഇതെല്ലാം ഒരുക്കണം. ഒരുക്കി നമ്മൾ ഇത് ചുമക്കാനായിട്ട് അവിടുത്തെ ലോക്കലായിട്ടുള്ള ചുമട്ടുകാരെയൊക്കെ വെക്കുന്നു. ഇത് ഇഷ്ടിക കളത്തിൽ നിന്ന് ഈ ഇഷ്ടികകൾ കൊണ്ടുവന്ന് ഈ യാഗശാലയിലേക്ക് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നു. ഞാനും എൻ്റെ അസിസ്റ്റൻസും ബാക്കി ഞങ്ങളെല്ലാം നിന്ന് ചെയ്യുന്നു. അപ്പോൾ വൈകുന്നേരമായിട്ട് ഇത് തീരുന്നില്ല. ഇതിൻ്റെ ഒരു ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലായതുകൊണ്ട് അവർ പകുതിയോളം ആയിട്ടുള്ളൂ. ഒരു വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഈ പണിക്കാർ അവരുടെ ജോലി നിർത്തിയിട്ട് ഞങ്ങളൊന്ന് പോയി കുളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് ഒന്ന് വീട്ടിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇവർ പോവുകയാണ്. പോയിട്ട് തിരിച്ച് വരുന്നത് ശരിക്കും പലരും മദ്യപിച്ചിട്ടാണ് വന്ന് കുറച്ച് ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ജോലിക്കാരെല്ലാം പറഞ്ഞു, സാറേ ഇനി നാളെ ചെയ്യാം സാറേ, ഇനിയിപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ഇവർ പോയി. പിറ്റേ ദിവസം ഗംഭീരമായ ഒരു വലിയ സീനാണ്. ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകളുണ്ട്. യാഗം നടത്തുന്ന ആൾക്കാരായിട്ടുള്ള ആർട്ടിസ്റ്റുകളും യഥാർത്ഥത്തിൽ യാഗം ചെയ്യുന്ന കുറേ തിരുമേനിമാർ ഒക്കെ അടുത്ത ദിവസം വരേണ്ടതുണ്ട്. രാവിലെ ഷൂട്ടിംഗ് തുടങ്ങണം. അതിൽ കുതിരയുണ്ട്, കഴുത ഉണ്ട്, ഇതെല്ലാം മൃഗങ്ങളൊക്കെ അവിടെ വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ ചിതി തീർന്നാലേ സെറ്റ് പൂർത്തിയായാലേ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അവസാനം നോക്കുമ്പോൾ രക്ഷയില്ല. ഞാൻ എൻ്റെ അസിസ്റ്റൻസിൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളും കൂടെ സഹകരിക്കണം, എങ്ങനെയെങ്കിലും ഇത് അവിടെ എത്തിക്കണം, ഇത് ചെയ്യണമെന്ന് പറഞ്ഞു. അസിസ്റ്റൻസ് എല്ലാം കൂടി തയ്യാറായി. അവരും ഈ ഇഷ്ടികൾ ചുമന്ന് അവിടെ കൊണ്ടുവയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 11 മണിയൊക്കെ ആയിക്കാണ് രാത്രി. ഞാൻ കാറിനകത്ത് കയറിയിരുന്ന് ഇവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം പറഞ്ഞ് ഏർപ്പാട് ചെയ്തിട്ടാണ് ഞാൻ ആ വണ്ടിക്കകത്ത് കയറി ഇരുന്ന് ഞാനൊന്ന് മയങ്ങി ശരിക്കും ഒരു 3 മണി ആയി കാണണം. ഉണർന്ന് നോക്കുമ്പോൾ ഉണ്ട് എൻ്റെ സഹായികളെല്ലാം അവിടെ കുറേ ഓലയൊക്കെ വെട്ടിയിട്ടിരുന്നു. ഓലയുടെ പുറത്തൊക്കെ കിടന്നങ്ങ് ഉറങ്ങുക. ഞാൻ നോക്കിയപ്പോൾ ഇഷ്ടികകൾ വീണ്ടും ബാക്കിയിരിക്കുന്നു. അവസാനം ഇവരെ എല്ലാം വിളിച്ചുണർത്തി ഞാൻ ഉൾപ്പെടെ ഇത് ചുമന്ന് അവിടെ കൊണ്ടുവന്ന് ഈ ചിതി പൂർത്തിയാക്കി, അതിൻ്റെ സെറ്റ് പൂർത്തിയാക്കി. അൽബേനിയ, മാൽഡീവ്സ്, ജോർജിയ, എത്യോപ്യ. സഞ്ചാരം വോളിയം നമ്പർ 11. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. അതിരാവിലെ എസ് കുമാർ ക്യാമറാമാൻ കയറി വരികയായിരുന്നു. കാരണം സെറ്റ് കാണുക, ഡയറക്ടർ വരുന്നതിന് മുമ്പ് തന്നെ എസ് കുമാർ എത്തി. കുമാർ കാണുമ്പോൾ എൻ്റെ ശരീരമാകെ ഈ മൺപൊടിയൊക്കെ വീണ് ആകെ മുഷിഞ്ഞ് നിൽക്കുന്ന സീനാണ് കുമാർ കാണുന്നത്. ശരിക്കും കുമാർ എന്നെ നന്നായിട്ട് വഴക്ക് പറഞ്ഞു. ഇത് ആർട്ട് ഡയറക്ടറുടെ പണിയല്ല, എന്താ കാണിച്ചതെന്നൊക്കെ ചോദിച്ചിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ വഴക്ക് പറഞ്ഞു. പെട്ടെന്ന് പോയി കുളിച്ചിട്ട് ഫ്രഷായിട്ട് വരണം, ഇവിടെ ഇല്ലാതെ കണ്ടുപോരുമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ തമ്മിലുള്ളൊരു സൗഹൃദമുണ്ട്. അത് എൻ്റെ കുട്ടിക്കാലം മുതലുള്ള ഒരു കുടുംബ സുഹൃത്താണ്. അദ്ദേഹം സിനിമയിൽ പോകുന്ന സമയത്ത് ഞാൻ സിനിമ സ്വപ്നം കണ്ടിട്ടൊന്നുമില്ല. പക്ഷേ കുമാറും ഞാനുമായിട്ടുള്ള ഒരു ബന്ധമെന്ന് പറയുന്നത് ഒരു ഏറ്റവും ഊഷ്മളമായ ഒരു അടുപ്പമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. അത് ഇന്നും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ ഒരു സ്വാതന്ത്ര്യമൊക്കെ ഉപയോഗിച്ചിട്ടാണ് എന്നെ നന്നായിട്ട് വഴക്ക് പറഞ്ഞിട്ട് പറയുന്നത്. അപ്പോൾ ശരിക്കും ഞാൻ ഇത് തീർക്കാൻ വേണ്ടിയിട്ട് ഞാനും കൂടെ നിന്ന് ചുമന്ന് ദേഹം മുഴുവൻ മുഷിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ്. അങ്ങനെയാണ് ആ പൈതൃകം സിനിമയുടെ ഓരോ സെറ്റും ചെയ്യുന്നതും ഒക്കെ തന്നെ. ഇതിലെ ഒരു രംഗത്ത് കുറച്ച് കളർ ചേഞ്ച് ചെയ്യണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പെയിൻറ്റർ, വീട് പെയിൻ്റ് അടിക്കാനായിട്ടുള്ള ഒരു പെയിൻറ്ററെ വേണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവിടെയുള്ള ഈ നമ്മുടെ മനയുടെ തിരുമേനി പരിസരത്തുള്ള ഒരു പെയിൻറ്ററെ കൊണ്ടുവന്നു. ഒരു വീട് പെയിൻ്റ് അടിക്കുന്ന ഒരാൾ എന്നുള്ള ധാരണയിൽ കൊണ്ടുവന്നു. അദ്ദേഹത്തെ കൊണ്ട് ഞാൻ അവസാനം പ്രസാദ് സാറൊക്കെ അവസാന രംഗമൊക്കെ വരുന്ന ആ വീടിൻ്റെ ഭാഗത്ത് ഒരു മാറ്റം വരുത്താനായിട്ട് ഒരു കളർ ചേഞ്ച് ചെയ്യുന്ന സമയമായിരുന്നു.
അതിനുവേണ്ടി കൊണ്ടുവന്ന ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു ത്യാഗരാജ് എന്ന് പറഞ്ഞിട്ട് ഇന്ന് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ആർട്ട് ഡയറക്ഷൻ ചെയ്യുന്ന ആർട്ട് ഡയറക്ടർ. അദ്ദേഹത്തെ അവിടെ നിന്നാണ് എനിക്ക് കിട്ടുന്നത്. പിന്നീടാണ് ഞാൻ അറിയുന്നത് പുള്ളി നല്ലൊരു ആർട്ടിസ്റ്റാണെന്ന് അറിയുന്നു. അങ്ങനെ ഞാൻ വെറുതെ ഒരു ടെസ്റ്റ് ഡോസ് പോലെ പുള്ളി ഈ ഗീത കിടക്കുമ്പോൾ ഒരു സ്വപ്നം കണ്ടിട്ട് ഗീത പ്രഗ്നൻ്റായിട്ട് കിടക്കുന്ന സമയത്ത് അവർ ഒരു സ്വപ്നം കണ്ട് ഉണരുന്നുണ്ട്. ഒരു പാമ്പ് ഇങ്ങനെ മേളിൽ നിന്ന് അവരുടെ ദേഹത്തേക്ക് വീഴുന്നതായിട്ട്. അപ്പോൾ ആ പാമ്പിൻ്റെ ഒരു ഡമ്മി ചെയ്യാനായിട്ട് ഞാൻ ഈ ത്യാഗുവിനെയാണ് ഏൽപ്പിച്ചത്. അയാൾ വളരെ റബ്ബർ കൊണ്ട് ഒരു അസലായിട്ടൊരു പാമ്പിൻ്റെ ഡമ്മി അന്ന് ചെയ്തു. അത് കണ്ടപ്പോഴാണ് ഇയാൾ എൻ്റെ കൂടെ നിർത്തുകയും പിന്നെ ഒരുപാട് സിനിമകളിൽ ഇയാൾ എൻ്റെ കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ മലയാള സിനിമയിൽ നല്ല തിരക്ക് പിടിച്ച് ചെയ്യുന്ന ഒരു ആർട്ട് ഡയറക്ടറാണ് ഈ ത്യാഗു തവനൂർ. അത് യാദൃച്ഛികമായിട്ട് ഈ സിനിമയിൽ നിന്ന് കിട്ടിയതാണ്. തുടർന്ന് ചെയ്ത ശ്രീ ജയരാജൻ്റെ ഫിലിമാണ് ഹൈവേ. ഹൈവേ ഒരു വളരെ റിമോട്ടായിട്ടുള്ള ഒരു ഏരിയയിൽ നടക്കുന്നൊരു കഥയായിരുന്നു. അപ്പോൾ പല സ്ഥലങ്ങളും നമ്മൾ ലൊക്കേഷൻ നോക്കി നടന്നു. യാദൃച്ഛമായിട്ട് അത് ക്യാമറമാൻ സുകുമാറായിരുന്നു. പോകുന്ന വഴിയിലെല്ലാം സുകുമാറിൻ്റെ ഫിലിം പോസ്റ്ററുകൾ. അപ്പോഴാണ് ഞാൻ അറിയുന്നത് സുകുമാർ ഒരു നല്ല ആർട്ടിസ്റ്റ് കൂടിയാണ് എന്നുള്ളത്. ഈ പോകുന്ന ലൊക്കേഷൻ നോക്കി പോകുന്ന വഴിയിലാണ് കാണുന്നത്. സുകുമാറിൻ്റെ പോസ്റ്റേഴ്സൊക്കെ ധാരാളമുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ പല സ്ഥലങ്ങളും കേരളത്തിനും അകത്തും പുറത്തുമായിട്ട് ഒരുപാട് സ്ഥലങ്ങൾ നോക്കി. ഏറ്റവും അവസാനം നാഗർകോവിൽ, തിരുനെൽവേലി അങ്ങനെ നോക്കിയാണ് വള്ളിയൂർ ഒരു സ്ഥലം കണ്ടെത്തുന്നത്. വള്ളിയൂർ മലനിരകളുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെയുള്ള വളരെ ഒഴിഞ്ഞ ഒരു സ്ഥലം കണ്ടെത്തുന്നു. അവിടെയാണ് ഈ ഹൈവേക്ക് വേണ്ടിയുള്ള സെറ്റ് ഇടാൻ തീരുമാനിച്ചത്. ഇത് ഒരു റെഡ് ഇന്ത്യൻ കൾച്ചറുള്ള ഒരു സിനിമ ആണ് അതിൽ ഉദ്ദേശിച്ചിരുന്നത്. ഒരു ബോർഡർ ഉള്ള ഒരു കൃത്രിമമായ ഒരു പട്ടണം, ഒരു ഏകദേശം ഒരു റെഡ് ഇന്ത്യൻസിൻ്റെയൊക്കെ ഉപയോഗിക്കുന്ന മാതിരിയുള്ള ഡ്രസ്സ്, അത്തരം ബാക്ക്ഗ്രൗണ്ട്, അങ്ങനെയാണ് അത് കൺസീവ് ചെയ്തിരുന്നത്. അങ്ങനെ ഒരു റെസ്റ്റോറൻ്റ് അവിടെ സെറ്റ് ഇടുന്നു, ഒരു പെട്രോൾ പമ്പ് ഇടുന്നു, പഞ്ചാബി ഡാബ, ഒരു ബാർബർ ഷോപ്പ്, ഒരു പള്ളി, ചർച്ച്, അങ്ങനെ പിന്നെ അതിൻ്റെ പുറകിലായിട്ട് സുരേഷ് ഗോപി താമസിക്കുന്ന ഒരു ഫാം ഹൗസ് മാതിരി. ഇതിൽ പ്രധാനമായിട്ട് സുരേഷ് ഗോപിയും വിജയരാഘവനും ഒക്കെയാണ് അഭിനയിക്കുന്നത്. ബിജു മേനോനുണ്ട്. അത്തരത്തിൽ ഒരു പശ്ചാത്തലം ഒരുക്കുകയായിരുന്നു പ്രധാനമായിട്ട് വള്ളിയൂർ ചെയ്തത്. അപ്പോൾ അതൊരു ഹൈവേ അല്ല. ഹൈവേക്ക് വേണ്ടി നമ്മൾ റോഡിൻ്റെ വീതിയൊക്കെ കുറച്ചുകൂടി കൂട്ടി ടാറിൻ്റെ ഒരു ഫീല് വരുത്തി അതിൻ്റെ സെൻറ്ററിലൂടെയുള്ള ഹൈവേയിലുള്ള ലൈൻസൊക്കെ വരച്ചിട്ട് ആണ് ഈ സെറ്റുകളെല്ലാം ഇടുന്നത്. സെറ്റ് ഇടുമ്പോൾ തന്നെ അവിടെ വന്ന ഒരു പ്രധാന പ്രശ്നമെന്ന് പറയുന്നത്, ശരിക്കും അവിടുത്തെ ലോക്കലായിട്ടുള്ള പഞ്ചായത്തിൻ്റെയൊക്കെ പെർമിഷൻ മേടിച്ചിട്ടാണ് ഞങ്ങളവിടെ സെറ്റ് തുടങ്ങിയത്. സെറ്റ് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ലോക്കൽ ഗുണ്ടാസ് കുറേ പേര് വന്നിട്ട് ഇത് ചെറുക്കാൻ തുടങ്ങി. ഇതാരോട് ചോദിച്ചിട്ടാണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് അവർ ഭയങ്കര സീൻസ് ഉണ്ടാക്കി. പക്ഷേ അവസാനം ഇവരുമായിട്ടൊക്കെ സംസാരിച്ച് ഏറ്റവും തമാശ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ നടത്തിപ്പുകാരായിട്ട് ഈ ഗുണ്ടകൾ മാറുകയായിരുന്നു. പിന്നെ ഇവരിതിൻ്റെ വോളണ്ടിയേഴ്സ് പോലെ ഞങ്ങളെ സഹായിക്കാനായിട്ട് ഏറ്റവും അവസാനം അവർ മാറുകയും ചെയ്തു. കുറേ കഴിഞ്ഞ് അവിടെ ആ പ്രദേശത്തുള്ള മുഴുവൻ ആൾക്കാരും ഈ ടൂറിസ്റ്റ് പ്ലേസ് മാതിരി ഈ ലൊക്കേഷൻ കാണാനായിട്ട് പല ഭാഗത്തുനിന്ന് വണ്ടി പിടിച്ച് വരുന്ന ആൾക്കാരുണ്ടായിരുന്നു. പലരും വന്ന് പെട്രോൾ പമ്പിൽ കയറിയിട്ട് പെട്രോൾ അടിക്കാനായിട്ട് കയറുന്നു. ഒറിജിനൽ പെട്രോൾ പമ്പാണെന്ന് തോന്നിയിട്ട് കയറുന്നുണ്ട്. ചിലർ റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണം കഴിക്കാനായിട്ട് തുടങ്ങുന്നു. അങ്ങനെ ഒരു വിചിത്രമായ കുറേ അനുഭവങ്ങളുണ്ടായതാണ് ഈ ഹൈവേയുടെ സെറ്റ്. പല ടൗൺഷിപ്പ് മാത്രമല്ല, അതല്ലാതെ കുറച്ച് ഈ ഹൈവേ വിട്ടിട്ടുള്ള ചില കടകൾ, ചെക്ക് പോസ്റ്റുകൾ, അങ്ങനെ കുറേ അധികം സെറ്റുകളുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഒരു ബസ് തന്നെ നമ്മൾ പൂർണ്ണമായിട്ടും വിനീത് ഉണ്ടായിരുന്നു. വിനീതാണ് അതിനകത്ത് നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നത്. വിനീത് ഒരു ടൂറ് പോകുന്നിടത്താണ് ഈ സിനിമ തുടങ്ങുന്നത്. അവിടെ വെച്ചിട്ട് ഒരു ബ്ലാസ്റ്റിംഗ് നടക്കുന്നു. വിനീത് ഉൾപ്പെടെയുള്ളവർ മരിക്കുന്നു. അതാണ് അതിൻ്റെ കഥയുടെ തുടക്കം. അപ്പോൾ ആ ബസ്സൊക്കെ തന്നെ ഒരു പ്രത്യേക തരത്തിൽ ചിത്രങ്ങൾ വരച്ച് മാറ്റി ചെയ്യുന്ന ഒരു സിനിമയായിരുന്നു. മണിമുത്താർ ഡാമും പരിസരവും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് ഷൂട്ട് ചെയ്തു. മണിമുത്താറിൻ്റെ സമീപത്താണ് ഈ ബ്ലാസ്റ്റിംഗ് നടക്കുന്നതും ആ ബ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഒരു കഥയുടെ തുടക്കം. ബ്രിഡ്ജാണ് മണിമുത്താർ ഡാമിൻ്റെ താഴെയായിട്ടാണ് വരുന്നത്.
അതിൽ പിന്നെ സോങ്ങുകളും ഒരു ആംഗ്ലോ ഇന്ത്യൻ രീതിയിലുള്ള സോങ്ങുകൾ, അതിന് പറ്റുന്ന ഒരു പശ്ചാത്തലം, അത്തരത്തിലായിരുന്നു അത് ചെയ്തത്. ഇതിൻ്റെ ക്ലൈമാക്സ് ചെയ്യുന്ന സമയത്ത് അതിന് പറ്റുന്ന ഒരു ലൊക്കേഷൻ നോക്കി ഞങ്ങളിങ്ങനെ പലയിടവും നടന്നു. ഈ വള്ളിയൂർ ഭാഗത്തും തിരുനെൽവേലിയിലും ഒക്കെ പലയിടത്തും നടന്നു. ഒരു ഗോഡൗൺ ഉള്ളിലാണ് അത് നടക്കേണ്ടിയിരുന്നത്. അങ്ങനെ പോകുമ്പോഴാണ് ഒരു ഷുഗർ മില്ല് അത് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ കൂറ്റൻ പില്ലറുകൾ തള്ളിയിട്ട് അതൊക്കെ പൊളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങളവിടെ നോക്കി ഇങ്ങനെ പോകുന്നത്. അപ്പോൾ എനിക്ക് തോന്നി അതൊരു നല്ല ലൊക്കേഷനാണ്, ഇതിൻ്റെ ക്ലൈമാക്സിന് പറ്റിയതാണല്ലോ എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ ഡയറക്ടറോട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ തൽക്കാലം അതിൻ്റെ ഓണറെടുത്ത് അത് പൊളിക്കുന്നത് നിർത്തി വെച്ചിട്ട് അത് നമ്മുടെ ഒരു ക്ലൈമാക്സിനോട് ചേർത്താണ് ബാക്കി ഭാഗങ്ങൾ അത് പൊളിക്കുകയും, അതുപോലെ തന്നെ അവിടെ ഞങ്ങളുടേതായ ആർട്ടിൻ്റെ കുറേ ഒരു ബാർ സെറ്റപ്പ് അതിനുള്ളിൽ ചെയ്തു. സ്മോക്കൊക്കെ ഇട്ടിട്ടുള്ള ഒരു കൃത്രിമമായിട്ട് അത് ചെയ്തു. എന്നിട്ട് ഈ പില്ലർ മാതിരിയുള്ളത് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഡമ്മി ചെയ്തിട്ട് അത് ഈ ആർട്ടിസ്റ്റുകൾ ഫൈറ്റിൻ്റെ ഇടയിലും ഒക്കെ വീഴുന്നതും ഒക്കെ ആയിട്ട് ചെയ്തത് ഈ ഷുഗർ മില്ലിലാണ്. ഹൈവേയുടെ ലൊക്കേഷൻ കാണുമ്പോൾ ജയരാജ്, ഞങ്ങൾ എല്ലാവരും ക്യാമറമാൻ എല്ലാം ഒരുമിച്ച് പോവുമായിരുന്നു. ശരിക്കും ആ ലൊക്കേഷൻ കണ്ടു കഴിഞ്ഞിട്ട് അവിടെ ചെയ്യാനുള്ള സെറ്റിൻ്റെ കാര്യമൊക്കെ തീരുമാനിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ജയരാജ് പോയിട്ട് പിന്നെ വരുന്നത് അദ്ദേഹത്തിൻ്റെ മാരേജിൻ്റെ സമയവും ഇതിനോടനുബന്ധിച്ചായിരുന്നു. തിരിച്ച് വരുമ്പോഴത്തേക്കും പൂർണ്ണമായും സെറ്റ് ഫിനിഷ് ചെയ്തതിന് ശേഷമാണ് വരുന്നത്. അപ്പോൾ അതിൽ പിന്നെ ഒരു മാറ്റവും വരുത്തേണ്ടി വന്നില്ല എന്നുള്ളത് ഒരു വലിയ ഒരു സന്തോഷം ഉണ്ടാക്കുന്നുണ്ട്. ഒരു ഡയറക്ടർ നമ്മളെ എത്രമാത്രം വിശ്വസിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയായിട്ട് എനിക്കത് തോന്നുന്നു. കിങ്, ഷാജി കൈലാസിൻ്റെ കിങ് മമ്മൂട്ടി ചിത്രമാണ്. അതിൽ ജീപ്പ് അന്ന് വരെ ഒരു ജീപ്പിലും ഉപയോഗിക്കാത്ത തരത്തിൽ വെൽവെറ്റ് കൊണ്ടുള്ള ഒരു റൗണ്ടിനകത്താണ് കേരള പോലീസ് എന്നൊക്കെ എഴുതി വെച്ചത്. അത് പിന്നീട് ആ കളറ് ഡിപ്പാർട്ട്മെൻറ്റിനെ സ്വീകരിച്ചത് കണ്ടിട്ടുണ്ട്. അന്ന് വരെ അത് ഉപയോഗിച്ചിട്ടില്ല.